മനസ്സിലാത്ത ആരും തന്നെ ഉണ്ടാകില്ല. ഞാനും വലിയൊരു ആനപ്രേമിയാണ്. കുറേ നാളായി ഒരു ആനയെ മേടിക്കണം എന്ന് വിചാരിച്ച് നടക്കുന്നത്. പക്ഷേ എങ്ങനെയൊക്കെ നോക്കിയാലും എൻ്റെ കയ്യിൽ ആനയെ മേടിക്കാനുള്ള ക്യാഷ് ഒരിക്കലും കിട്ടാറില്ല. അങ്ങനെ വിഷമിച്ച് കുറേ നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹം ഇപ്പൊ സാധിക്കാൻ പോവാണ്. എങ്ങനെയാണെന്നറിയോ? ഇതിനുള്ള ക്യാഷ് ഞാൻ എങ്ങനെ ഉണ്ടാക്കി അത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് നമ്മുടെ മല്ലു ഫാമിലി. ഞാൻ അവരുടെ പേര് മാറ്റി ഉഡായിപ്പ് ഫാമിലിയിലെ നമ്മുടെ കുഞ്ചൂസ് അല്ലെങ്കിൽ നമ്മുടെ സുചിത്ര എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇപ്പൊ പുള്ളിക്കാരത്ത് എങ്ങനെയാണ് ആനയെ മേടിക്കാൻ എനിക്ക് ക്യാഷ് ഉണ്ടാക്കാനുള്ള വഴി പറഞ്ഞു തന്നത്. അതൊന്ന് കണ്ടിട്ട് ബാക്കി നമുക്ക് ആന വിശേഷങ്ങളിലേക്ക് കിടക്കാം കേട്ടോ. ഇത് ഞങ്ങളുടെ ഒരു പഴയ ക്യാമറയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 3 ഇയർ ഞങ്ങൾ ഇത് വാങ്ങിയിട്ട്. അപ്പൊ കുറെ ആയിട്ട് വിഷയം പുതിയ ഒരെണ്ണം എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഓർത്തുമായിരുന്നു പുതിയൊരു ക്യാമറ സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ എന്റെ ആഗ്രഹം പോലെ സെറ്റ് ചെയ്തിട്ടാ വന്നിരുന്നു. ഇന്ന് രാവിലെ സാധനം കൈ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും അത് വിഷയം കൊടുത്താലും അതിലൊന്നല്ല സർപ്രൈസ്. ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ള വന്നിട്ട് നമുക്ക് ജസ്റ്റ് അവിടെ കൊണ്ടു കൊടുക്കാം. അപ്പൊ വിഷ്ണുട്ട ശരിക്കും ആ ഒരു കവർ കണ്ടപ്പോ വിഷ്ണു എന്നെ മനസ്സിലായിട്ട് വിഷ്ണു ഭയങ്കര സർപ്രൈസ് ആയി. ആരാ ഹെൽപ്പ് ചെയ്ത് ഇങ്ങനെ വാങ്ങിച്ചപ്പോ അതൊക്കെ അറേഞ്ച് ചെയ്തു എന്നൊക്കെ ക്യാമറ മേടിക്കണമെങ്കിൽ കുറച്ചധികം ക്യാഷ് വേണം. അപ്പൊ ഏട്ടൻ അതൊക്കെ എന്നോട് ചോദിക്കായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഇത് ഗെയിം കളിച്ചിട്ടുണ്ടാക്കിയ പൈസ കൊണ്ട് വാങ്ങിയതാണ്. അതാണ് ഹൈലൈറ്റ്. വിഷ്ണുന്റെ ഫേസ് ക്യാമറ വന്നിട്ട് വിഷ്ണുവിന്റെ അങ്ങിരിക്കുകയാണ്. നമുക്ക് ജസ്റ്റ് അവിടെ കൊണ്ടു കൊടുക്കാം. അപ്പൊ വിഷ്ണുട്ട ശരിക്കും ആ ഒരു കവർ കണ്ടപ്പോ വിഷ്ണു എന്നെ മനസ്സിലായിട്ടോ. വിഷ്ണു ഭയങ്കര സർപ്രൈസ് ആയി. ഏട്ടൻ ഇങ്ങനെ ആരാ നിന്നെ ഹെൽപ്പ് ചെയ്ത് ഇങ്ങനെ വാങ്ങിച്ച എപ്പോ അതൊക്കെ അറേഞ്ച് ചെയ്തു എന്നൊക്കെ എന്നോട് ഞാൻ ചോദിക്കായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം തന്നെ പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏട്ടൻ അതൊക്കെ എന്നോട് ചോദിക്കായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഇത് ഗെയിം കളിച്ചിട്ടുണ്ടാക്കിയ പൈസ കൊണ്ട് വാങ്ങിയതാണ് ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കളിക്കാം. ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നില്ല കേട്ടോ. സന്തോഷം മനസ്സിലാവുണ്ടാവില്ലേ? അപ്പൊ എന്തായാലും വിഷ്ണു ഓക്കെയാണ്, ഞാനും ഓക്കെയാണ്. അപ്പൊ അതിന്റെ സന്തോഷ ഞാനും ഓക്കെയാണ് കേട്ടോ. എങ്ങനെയാണ് ഈ ഒരു ഗെയിം കളിച്ചത്? അതെ, അതും ചേച്ചി പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും ബുദ്ധിമുട്ടരുത്. വെറുതെ ടച്ച് ചെയ്യുക. വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുന്ന നേരത്ത് അവിടെ ടച്ച് ചെയ്യുക. ടച്ച് 4 ടച്ച് ആനയെ മേടിക്കാനുള്ള ക്യാഷ് റെഡി. 63,000 രൂപ ആനയെ കിട്ടാവോ? എന്നാലും കുഴപ്പമില്ല. ചേച്ചി ടച്ച് ചെയ്തപ്പോ തന്നെ എത്രയായി? അതെ, വലുത് കുത്തിയ വഴി കിട്ടി. 1 സെക്കൻഡില് ഇത്ര മാത്രം ക്യാഷ് കിട്ടുന്ന വേറെ പരിപാടി എന്തുണ്ട്? ഇപ്പൊ ആനയെയോ ഒരു കൊട്ടാരം തന്നെ നമുക്ക് മേടിക്കാം. അപ്പൊ ചേച്ചി ഈ പരിപാടി തുടങ്ങിയിട്ട് കുറച്ചധികം നമുക്ക് മാസങ്ങളായി എന്ന് തോന്നുന്നു. ഇങ്ങനെ 4 കുത്ത ആ 4 കുത്തി കഴിയുമ്പോൾ ഇതിന്റെ മാല, ക്യാമറ ഇങ്ങനെ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതേനെ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ നുണ പറയുന്നതാണെന്ന്. കാരണം കഴിഞ്ഞൊരു ദിവസം ചേച്ചി ഇതുപോലെ ഒരു റീൽസ് ഇട്ടിട്ട് നമ്മളോട് പറഞ്ഞായിരുന്നു, ഞങ്ങൾ 4 കുത്തിയപ്പോൾ തട്ടിന് മാല വാങ്ങിക്കാനുള്ള ക്യാഷ് കിട്ടി ഗൈസ് എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ ഇത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്ര നേരം നമ്മൾ കോമഡിയും കാര്യങ്ങളായിട്ടൊക്കെ പറഞ്ഞെങ്കിലും ഇവരോടൊന്നും പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ലെന്നറിയാം. നമുക്ക് കുറച്ചെങ്കിലും നാണവും മാനവും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്റ്റേജ് വരെ എത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുന്ന ഒരു ഫാമിലി ആണെങ്കിൽ നമ്മൾ എന്തൊരു കാര്യം പ്രൊമോഷൻ ചെയ്യുമ്പോൾ ആളുകളെ ചീറ്റ് ചെയ്യണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് വരില്ല. പക്ഷെ പണത്തിന് വേണ്ടി മാത്രം ആർക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. എനിക്ക് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇല്ല. ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് എനിക്ക് പൈസ ഉണ്ടാക്കണം, എൻ്റെ ഫാമിലി മുന്നോട്ട് പോകണം. ബാക്കി ആരുടെ ലൈഫിനെ അത് എങ്ങനെ ഇമ്പാക്ട് ചെയ്താലും ഐ ഹാവ് നോ ഇഷ്യൂസ് എന്ന് പറഞ്ഞ് മുന്നോട്ട് നീങ്ങുന്ന ഇതുപോലെയുള്ള ആളുകൾ, അവരെ കുറിച്ച് 4 വാക്ക് പറഞ്ഞു തന്നെ നമുക്ക് പോകണം. കാരണം ഇതിപ്പോ എല്ലാ ആഴ്ചയിലും ചേട്ടത്തി ഇതന്നെ പരിപാടി ഇരുന്ന് കുത്തുന്നു. ഇതെന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊമോഷൻസ് ഏതെങ്കിലും ഒരു ഉഡായിപ്പ് ലോക്കൽ ഗെയിംസ് ഇതുപോലെയൊക്കെ എടുത്തുകൊണ്ട് വരും. ആളുകളുടെ മുമ്പിലേക്ക് കുറേ നിന്നങ്ങ് തള്ളും. ഞങ്ങൾക്ക് കാറ് വാങ്ങിക്കാൻ പറ്റി, ക്യാമറ വാങ്ങിക്കാൻ പറ്റി, മാല വാങ്ങിക്കാൻ പറ്റി. ഇതൊക്കെ വെറും സെക്കൻഡ്സുകളിൽ അവിടെ ഇവിടെ കുത്തുന്നു. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ ഒരു മുൻകൂർ ജാമ്യം എന്നതുപോലെ ഓൺലൈൻ ഗെയിമാണ്, റിസ്ക് ഒക്കെ കാണും, നിങ്ങൾ നിങ്ങളുടെ റിസ്കി കളിക്കാം. ചേച്ചിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്ന അല്ലെങ്കിൽ താൻ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിന്റെ ഒരു റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുക്കത്തില്ല. കാരണം പുള്ളിക്കാരത്തേക്ക് തന്നെ അറിയാം ഇത് പക്ക ഉഡായിപ്പാണെന്നും താൻ ചെയ്യുന്നത് ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യമാണെന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്നും അനീതിയാണെന്നും അറിഞ്ഞുകൊണ്ട് ഇതുപോലെയുള്ള പ്രൊമോഷൻസ് എന്ന് മാത്രമല്ല പല പ്രൊമോഷൻസും ചെയ്യാറുണ്ട്. പക്ഷേ അതൊന്നും ഞാൻ എടുത്തെടുത്തു പറയുന്നില്ല. ഓരോ ആഴ്ചയിലും വന്നുകൊണ്ട് ഓരോ ക്രീം കൊണ്ടുവന്നിട്ട് എൻ്റെ മുഖം നോക്കൂ, ഈ ആഴ്ച എൻ്റെ മുഖം ഭയങ്കര ഡള്ളല്ലേ, ഞാൻ ഇതിട്ടങ്ങ് തേച്ചു. നെക്സ്റ്റ് വീക്ക് വന്നിട്ട്
അടുത്തൊരു ക്രീം പ്രൊമോട്ട് ചെയ്യും. ഇങ്ങനെ റെഗുലറായിട്ട് ആളുകളെ പറ്റിച്ചുകൊണ്ട് ഒരു നാണമില്ല എന്ന് തന്നെ ഞാൻ പറയും. ഇതിൽ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഇതൊക്കെ സത്യസന്ധമായ ന്യൂസുകളാണ്, സത്യസന്ധമായ ഗെയിംസ് ആണ്, ഇങ്ങനെ നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ 4 കുത്ത് കുത്തിയാൽ നിങ്ങൾക്ക് 10,000 20,000 ഒക്കെ രൂപ കിട്ടുന്നു? അങ്ങനെ ചിന്തിക്കുന്ന വല്ല മനുഷ്യരുണ്ടെന്നുണ്ടെങ്കിൽ അവര് തനി മണ്ടന്മാരാണെന്ന് ഞാൻ പറയും. ഇവരെ പോലെയുള്ള ചതിയന്മാര് വന്നുകൊണ്ട് ആളുകളെ വളരെ എന്താ പറയുക, നമുക്ക് ഇതിനേക്കാളും ഒരു വ്യക്തിനെ നമുക്ക് ചീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് കിട്ടുന്ന പ്രൊമോഷന്റെ മണി വാങ്ങി പോക്കറ്റിൽ ഇട്ടുകൊണ്ട് അവരെ ഫോളോ ചെയ്യുന്ന ആളുകളെ, മേ ബി കുട്ടികളായിരിക്കും കൂടുതൽ ഇതിൽ പെട്ടുപോകുന്നത്, അവരോട് പറയുവാണ് 500 ഇട്ട 1000 കിട്ടും, 1000 ഇട്ട 2000 കിട്ടും. പക്കാ ചീറ്റിംഗ് എന്ന് പറയണം, അതിന് ഒരു സംശയമില്ല. അൺഫോർച്ചുനേറ്റ്ലി നമുക്കൊന്നും പോയി അവരെ ഉപദേശിച്ചോ നിങ്ങൾ ഇങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിതൊന്നും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്കറിയാം ആ മാലയുടെ വന്നപ്പോൾ തന്നെ അത്യാവശ്യം കൂടുതൽ ഏറിപ്പോയതാണ് താട്ടനും ചേച്ചിയും ഒക്കെ. എന്നിട്ടും എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടായിരുന്നോ? വീണ്ടും അടുത്ത ഉഡായ്പായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഇവർക്കൊക്കെ എങ്ങനെയാണ് ഒരു പണി കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, കാര്യങ്ങൾ സീരിയസ് ആയിട്ട് പോകുമ്പോൾ ഏതെങ്കിലും കുട്ടികൾ സ്വന്തം വീട്ടിൽ നിന്ന് ക്യാഷൊക്കെ അടിച്ചു മാറ്റി ഇതുപോലെ ഗെയിംസും കാര്യങ്ങളൊക്കെ കളിക്കും. കിട്ടാതെ വരുമ്പോൾ പിന്നെ അവര് പല സ്ഥലങ്ങളിൽ നിന്ന് മോഷ്ടിക്കും, അല്ലെങ്കിൽ പല ആളുകൾ കടം വാങ്ങിക്കും. അങ്ങനെ കുട്ടികൾക്കൊക്കെ താങ്ങാൻ പറ്റാത്ത, കുട്ടികൾ എന്നല്ല യുവാക്കൾ ആര് തന്നെയാണെങ്കിലും ഇതുപോലെ ഗെയിം കളിക്കുന്ന ആളുകൾ അവരുടെ ലൈഫ് തന്നെ തകരാറിലായി ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ പലവട്ടം കേട്ടിട്ടുണ്ട്, പല ന്യൂസും കാര്യങ്ങളും. മൂന്നാർ പള്ളിവാസലിൽ ആത്മഹത്യ ചെയ്ത ഹോട്ടൽ ജീവനക്കാരൻ PK റൂഷിന്റെ കാര്യമാണ്. ഇതിൽ പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. മൊബൈലും ബാങ്ക് അക്കൗണ്ടും ഒക്കെ പരിശോധിക്കുന്നു. ഓൺലൈൻ തട്ടിപ്പിൽ ജീവൻ പൊലിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. ഓൺലൈൻ ഗെയിമിലൂടെ പണം നഷ്ടപ്പെടുന്നതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തത് എന്ന ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത്. മിനിയാന്ന് രാത്രിയാണ് റോഷനെ കാണാതാകുന്നതും തുടർന്ന് മരിച്ച നിലയിൽ കണ്ടെത്തുന്നതും. അതിനുശേഷം പ്രദേശവാസികളോടും അതോടൊപ്പം തന്നെ ഹോട്ടലിലെ മറ്റ് ജീവനക്കാരോടും ഒക്കെ മൊഴിയെടുത്തപ്പോഴാണ് റോഷനെ ഇത്തരത്തിൽ ഇത് മുമ്പുള്ള ഒരു ന്യൂസാണോ? ഒരിക്കലും അല്ല. ഇതുപോലെ എത്ര ന്യൂസ്, എത്ര സ്ഥലങ്ങളില് എത്ര ആളുകള് മരിക്കുന്നു. കുട്ടികളുടെ കാര്യം തന്നെ നിങ്ങൾ കേക്ക്. വിട്ടിറങ്ങിയ വിദ്യാർത്ഥിയെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊരുമ്പിശ്ശേരി സ്വദേശി ഷാബിയുടെ മകൻ ആകാശാണ് മരിച്ചത്. ഓൺലൈൻ ഗെയിം കളിച്ച് പണം നഷ്ടപ്പെട്ട ഏറ്റവും വിഷമം തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ വന്ന് പ്രൊമോട്ട് ചെയ്യുന്ന ഇവർക്ക് 100% അറിയാം ഇതൊക്കെ പക്ക ഉടായ്പാണെന്നും ഇതൊക്കെ ഇവർ ചെയ്യുന്നത് നമുക്കും മനസ്സിലാകും അവർക്ക് ക്യാഷ് കിട്ടാൻ വേണ്ടിയാണെന്നും. പക്ഷെ ഇതൊന്നും മനസ്സിലാകാത്ത കുറെ ആളുകൾ ഇതുപോലെയുള്ള ആളുകളുടെ ചതികളിൽ വീഴും. ഇവര് പറയുന്നത് കേട്ട്, കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ഇവരെയൊക്കെ കുറെ നാളുകളായി ഫോളോ ചെയ്യുന്ന വ്യക്തികളായിരിക്കും. ഇവരുടെ വായന്ന് വരുന്നതൊക്കെ സത്യമാണെന്ന് വിചാരിക്കുന്ന കുറെ ആളുകൾ ഉണ്ടായിരിക്കും. വേണ്ട, ഒരു വ്യക്തിനെങ്കിലും കുഴിയിൽ ചാടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതൊരു ചതിയല്ലേ. നമുക്ക് ചിലപ്പോൾ ആദ്യം ഇതിനകത്തൊക്കെ ഞെക്കുമ്പോൾ 1000 രൂപ ചിലപ്പോൾ കിട്ടിയെന്ന് വരും. അപ്പൊ നമ്മൾ എന്ത്, മനുഷ്യന്മാരുടെ ഒരു മനസ്സ് അങ്ങനെയാണ്, ഒരു മൈൻഡ് സെറ്റ്. അത് 1000 കിട്ടി കഴിഞ്ഞാൽ എനിക്ക് 5000 കിട്ടണം, 10,000. നമ്മൾ കൂടുതൽ ക്യാഷ് ഇടും. അപ്പോഴാണ് പണി കിട്ടുക. ഇടുന്നതേ കാണത്തുള്ളൂ. പിന്നെ ഒരു രക്ഷ ഉണ്ടാവില്ല. ആരോട് പറയാനായിട്ട്, ആരോട് ചോദിക്കാനായിട്ട്. ഇതുപോലെ വന്ന് ഓരോ പ്രൊമോഷൻസ് ഇട്ട് കാര്യങ്ങളെ വളരെയധികം സത്യസന്ധമായി അവതരിപ്പിക്കുകയാണ് എന്ന രീതിയിൽ ഇതുപോലെ അഭിനയിക്കുന്ന ഈ സുചിത്ര എന്ന് പറയുന്ന മല്ലു ഫാമിലി യൂട്യൂബ് ചാനൽ നടത്തുന്ന മല്ലു ഫാമിലി 2.0, താട്ടനും ഇത് തന്നെയാ പരിപാടി. ഇവരോട് പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാരെങ്കിലും നിങ്ങൾക്ക് ഈ പൈസ തിരിച്ചു കിട്ടാനോ അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ ആരെങ്കിലും സ്വന്തം ജീവനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആർക്ക് പോകും? ആ പോയ വ്യക്തിയുടെ ഫാമിലിക്ക് പോകും. ഇവർക്കൊന്നും ഒരു കുഴപ്പം പറ്റില്ല. വീണ്ടും ആളുകളെ പറ്റിച്ചുകൊണ്ട് ഇതുപോലെ ഉഡായ്പും കാര്യങ്ങളുമായി ഇവർ മുന്നോട്ട് പോകും. ഒരിക്കലും ചില മനുഷ്യന്മാരുണ്ട്, താൻ എങ്ങനെയാണ് വന്നത്, തന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അങ്ങനെയൊന്നും ചിന്തിക്കത്തില്ല. കുറച്ച് ക്യാഷ് കിട്ടി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിഞ്ഞു നോട്ടമില്ല. പിന്നെ എങ്ങനെയെങ്കിലും ഈ ആർത്തി മൂത്തിട്ട് എവിടെ നിന്ന് കിട്ടിയാലും കുഴപ്പമില്ല, താൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു സത്യാവസ്ഥയുണ്ടോ അല്ലെങ്കിൽ താൻ ആളുകളെ പറ്റിക്കാണോ, ഇതൊന്നും അന്വേഷിക്കാതെ ഇതുപോലെ ഉഡായ്പ കാണിക്കുന്ന കുറെ ആളുകളുണ്ട്. അപ്പോൾ നമുക്കതിങ്ങനെ പറഞ്ഞു തന്നെ പോകാം. അപ്പൊ എല്ലാവരും ഈ വീഡിയോയെ കുറിച്ചുള്ള ഇങ്ങനത്തെ ഒരു കാര്യത്തിലും പോയി നിങ്ങൾ തലയിടാതിരിക്കുക. ഇവരെ പോലെയുള്ള ആളുകൾ ഓൺലി മണി മേക്കിംഗ്, ആ ഒരു പർപ്പസ് മാത്രമേ ഉള്ളൂ. പല കാര്യങ്ങളും ഉരു പറയും നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഒന്നും ഒരിക്കലും ജെന്യുവനായിട്ടുള്ള ഒരു കാര്യമല്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ 4 സ്ഥലത്തിരുന്ന് 4 കുത്തുകുത്തിയ വര വരച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ
അവിടെ ഞെക്കി ഇവിടെ ഞെക്കിക്കഴിഞ്ഞാൽ 10,000 നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് പഠിച്ച് അല്ലെങ്കിൽ കൂലിപ്പണിയൊക്കെ എടുക്കേണ്ട അത്യാവശ്യം? നേരിട്ട് ഒരു ഫോണും മേടിച്ചിരുന്ന് കുത്തിയാൽ പോരെ? അപ്പോൾ സുചിത്ര ചേച്ചിയെ ഈ പരിപാടി ഒന്ന് മാറ്റിപ്പിടിക്കുക. ആളുകൾ നല്ല ശക്തരായിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ കേസും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ചേച്ചിയുടെ പ്രൊമോഷൻസ് ഒക്കെ നിർത്താൻ പറ്റുമായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയെ കുറിച്ചുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ വേഗം പോരട്ടെ. ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകളാണെങ്കിൽ സബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മറ്റൊരു വീഡിയോ തിരിച്ചു വരാം. എല്ലാവർക്കും ടാറ്റാ ബൈ.